എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചാന്മാരെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പറക്കി കെട്ടി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ചെറിയൊരു ജോലിയും കാണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വിദേശത്താണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ ഗൾഫിലാണ് ഗൈസ് എനിക്ക് ജോലി ഇട്ടിട്ടുള്ള. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ സ്പ്ലെൻഡറൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലെയിനിലാണ് ഗൈസ് പോകുന്നത്. അപ്പം നമ്മൾ എയർപോർട്ടിൽ ബൈക്ക് കൊണ്ട് വെച്ചതിന് ശേഷം തിരിച്ച് വരും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ പ്ലെയിനിൽ നമുക്കായിട്ടുള്ള പ്ലെയിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ കമ്പനിയിലോട്ടുള്ളൊരു പ്ലെയിൻ മാത്രം ഉണ്ട് ഇവിടെ കിടന്ന് ഓടുന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് പ്ലെയിനാണെന്നൊക്കെ പറയാം മച്ചാന്മാരെ. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് നിർത്തിയേക്കാം മച്ചാന്മാരെ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊന്നും നമ്മൾ ബൈക്ക് എടുത്ത് മാറ്റും, അത് പിന്നെ അവർ മാറ്റിക്കോളും. നമുക്കാണെങ്കിൽ സമയം ഒട്ടുമില്ല മച്ചാന്മാരെ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ എണീച്ച് ഗൈസ് ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ കയറാം ഗൈസ് പ്ലെയിനിലോട്ട്. ഓക്കെ മച്ചാന്മാരെ, ഞാനങ്ങനെ പ്ലെയിനിലോട്ട് കാളേക്ക് കയറിയിട്ടുണ്ട്. ഇച്ചിരി നേരം ഇവിടെ ഡിലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി നേരം ഇവിടെ കിടക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പം പ്ലെയിന് ഇതൊക്കെ കറങ്ങുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പോകുന്നതിന് മുമ്പ് ഗൈസ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. അപ്പം എല്ലാവരും ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മളിപ്പോൾ അവർ ലൈക്കിൽ കാണിക്കണേ മച്ചാന്മാരെ. ഗൈസ് ഇപ്പം നമ്മളങ്ങാളൊക്കെ പൊങ്ങുകയാണ്. ഓക്കെ നമ്മളങ്ങാളൊക്കെ അങ്ങനെ നമ്മുടെ ഇവിടുന്ന് പൊങ്ങി പോകുകയാണ്. നമ്മൾ ഏതാണ്ട് ഒരു രാജ്യത്തിലോട്ട് പോവുകയാണ് ഗൈസ്. ഏത് രാജ്യമാണെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് പറയണേ ഗൈസ്. ഞാൻ എന്തായാലും പറയും ഈ വീഡിയോ തന്നെ. എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ മച്ചാന്മാരെ. അപ്പം പ്ലെയിന് എന്താണ് താഴുന്നത് ഗൈസ്. അപ്പം പ്ലെയിനുകളൊക്കെ റൗണ്ട് അടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൗണ്ട് അടിച്ചാണ് ഗൈസ് പ്ലെയിൻ കയറുന്നത് ഗൈസ്. ഇനി അവിടെ ആ നാട്ടിലെത്തിയിട്ട് ഗൈസ് അങ്ങനെ ഞാനും കാളൊക്കെ ഈ ഒരു നാട്ടിലോട്ട് കാളൊക്കെ വന്നായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ബസ് ഡ്രൈവിങ്ങിൻ്റെ ജോലിയിൽ കയറുകയാണ് മച്ചാന്മാരെ. അങ്ങനെ ഞാൻ വീണ്ടും ഗൈസ് ഒരു ബസ് ഡ്രൈവിങ്ങിലോട്ട് വരികയാണ് ഗൈസ്. ഇവിടെ വോൾവോ ആണ് ഗൈസ് ഡ്രൈവിങ് ചെയ്യുന്ന ഗൈസ്. നമുക്ക് ബസ് ചേസ് എടുക്കാൻ ഗൈസ് പൈസയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയുള്ള ഓട്ടങ്ങളാണ് ഗൈസ് ഇനിയുള്ള വീഡിയോസ് എല്ലാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ അടിപൊളിയായിരിക്കും ഇനിയുള്ള വീഡിയോസും. അപ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ട് തന്നെ ഇനിയും വേണം ഗൈസ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാന്മാരെ. അങ്ങനെ നമ്മളെ നമ്മളെ വോൾവോ ബസ്സും ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ മച്ചാന്മാരെ. ഇപ്പോൾ ഇടിച്ചേനാ. ഓക്കെ അപ്പോൾ ഞാനിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അറിയാമോ മച്ചാന്മാരെ, നമ്മളാണെങ്കിൽ ഇന്തോനേഷ്യയിലാണ് ഗൈസ് ഇവിടെ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ട് ഇപ്പോൾ രാത്രിയായിട്ട് പിന്നെ രാവിലെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എസ്റ്റർഡേ വന്നതിന് ശേഷം ടുമാറോയിൽ വന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്, എൻ്റെ ഇംഗ്ലീഷൊക്കെ അങ്ങനെയാണ്. സോറി ഗൈസ്. അപ്പം നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് നിങ്ങളത് കമൻറ്റ് ചെയ്യണം മച്ചാന്മാരെ. എവിടെയൊക്കെയാണ് ഗൈസ്. അപ്പം ആരൊക്കെ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നിങ്ങളുടെ ജില്ലയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല ചൂടുണ്ട് ഗൈസ് ഈ ബസ്സിൽ ഇരിക്കാൻ നേരം. ഇതിന് വിൻഡോ ഇല്ലേ? ഓ ഗൈസ് ഡോറ് തുറന്നു പോയി. വിൻഡോ ഒന്നും ഇല്ലടാ. നിൽക്കേ ഞാനൊന്ന് നോക്കട്ടെ മച്ചാന്മാരെ. നേരെ ഫുള്ളായിട്ട് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ് രണ്ടാമത്തെ സ്വിച്ച് എന്താണ് ഗൈസ്? ഒന്നുമില്ലല്ലോ. ഇതിൻ്റെ അകമൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് അടിപൊളിയാണ്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ എല്ലാ വിൻഡോയും തുറക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്നു ഗൈസ്. ഞാൻ അറിയാതെ വിൻഡോ ഒക്കെ തുറന്നിട്ടോ, അവരെ പ്രൈവസി എല്ലാം പോയി പാവങ്ങൾ. അപ്പോൾ ഓക്കെ എല്ലാ വിൻഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ എല്ലാം കിടന്നു. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മൾ കാളൊക്കെ ബസ് എടുത്ത് നേരെ അങ്ങ് പോവുകയാണ് ഗൈസ്. ഇത് ഏത് റൂട്ടാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കട്ടെ. ഏതാണ്ട് റൂട്ടിലൊക്കെയാണ് ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത്. എവിടെ നിർത്തടാ പന്ന നിർത്തടാ. നീ ഒന്ന് നിൽക്കേ മോനെ. നിർത്തിടാ മോനേടാ. നിനക്ക് കണ്ണുണ്ടാ? നീ എവിടോട്ട് വെച്ച് വരുന്നു മോനെ? നിനക്ക് എന്താണിടേ? നമ്മളൊരു ശല്യത്തിനും പോയില്ലെങ്കിൽ ഇപ്പോൾ ഓരോന്ന് ഇങ്ങോട്ട് വന്ന് കയറും ഗൈസ്. അത് ഞാൻ ഇവിടെ വന്നതേ ഉള്ളൂ ഗൈസ്. അതിനു മുമ്പേ ഓരോരുത്തരന്മാർ അടി ഉണ്ടാക്കാൻ കയറി വരും. അതൊക്കെ പോട്ട് ഗൈസ്. അപ്പം നമുക്ക് അതൊക്കെ വിട്ടുകൊടുക്കാം. പാവപ്പെട്ട പിള്ളേരല്ലേ, വിട്ടു പോട്ട് ഗൈസ്. അപ്പം അല്ലെങ്കിൽ ഗൈസ് നമ്മളെ നാട് വല്ലതാണെങ്കിൽ ഞാൻ കയറി ഗൈസ്. അപ്പോൾ ഇടിച്ചേനെ ഞാൻ കയറി ഇടിക്കത്തൊന്നുമില്ല ഗൈസ്, വെറുതെ പറയുന്നതാണ്. ഓക്കെ മോനെ ഗൈസ്, ഇത് വളച്ചതുണ്ട് ഗൈസ്. ഞാൻ കാളൊക്കെ അടീക്കടയാണെങ്കിൽ ഗേസ് ഇപ്പോൾ ഡ്രൈവേ പാളമാണ് മച്ചാന്മാരെ. ആ ഡ്രൈവേ പാളം കിടക്കാതിരിക്കാനാണ് ഗേസ് ഈ ഒരു പാലം ഇവിടെ ഇട്ടേക്കുന്നത്. ഗേസ് വന്ന ദിവസം തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴ ഇടിയുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് ചൂടുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു തണുപ്പ് വീഴുന്നുണ്ട്. ഓക്കെ ലൈറ്റ് കിട്ടല്ലേ. ഓക്കെ എന്തായാലും ഗേസ് മച്ചാന്മാരെ ഗേസ് ഇപ്പം നമ്മുടെ കാളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടോൾ പാസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മളങ്ങളൊക്കെ നേരെ പോവുകയാണ് ഗേസ്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയാന്നൊരു ബോധമില്ല ഗേസ്. എവിടെയാണ് മാപ്പ്?
നമുക്ക് ജാർഖണ്ഡിലോടാണ് ഗൈസ് പോകുന്നുള്ളത്. ജാർഖട്ട പേരൊന്നും നമുക്ക് വായിക്കാൻ പറ്റാത്ത പേരുകളാണ് ഇതിൽ ഗൈസ്. ഭയങ്കര ലാഗാണ് ഗൈസ് ഇപ്പോൾ നമുക്കാണെങ്കിൽ. ഓക്കെ മച്ചാമാരെ ഗൈസ്. ഇപ്പം എല്ലാവരും ഒന്ന് വെയിറ്റണേ. ഗൈസ് അപ്പോൾ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. വോൾവോ ആണ് എല്ലാം എടുത്ത് മാറ്റർ എന്തുവാടാ ഗൈസ്. അപ്പം ഫ്രണ്ടിലൊരു പോലീസുകാർ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പയ്യെ പോയാൽ മതി ഗൈസ്. കൂടുതൽ ആഡംബരമൊന്നും വേണ്ട. അവർ നമുക്ക് പെറ്റി അടിച്ച് തരുമ്പം ആഡംബരം എല്ലാം പോവും. ഇയാൾ പോലീസ് സാറാ എന്ന് മാറണേ സാറേ. ഓക്കെ വേണ്ട ഗൈസ്. സാറന്മാരടുത്ത് പറഞ്ഞ എല്ലാ സാറന്മാരും കേൾക്കും മച്ചാന്മാരെ. എനിക്കറിയാം ഗൈസ്. ഇപ്പോൾ സാറന്മാരൊക്കെ പാവമാണ് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സാറിനെ കൈ കാണിച്ചതാണ്. ഓക്കെ ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. വഴിയിൽ കൂടെ ഒറ്റ മനുഷ്യന്മാർ നടന്നു പോകുന്നില്ല. ഇവന്മാരാണെങ്കിൽ ഇത്രയും സൈഡ് കിടന്നിട്ട് നടുക്കിടെ പോത്തോളൂ ഇടിച്ചിടിച്ചു. ബസ്സിൽ ചെന്ന് ഒറ്റടി ഗൈസ്. അവനെന്തായാലും രക്ഷപ്പെട്ട് പോയി ഗൈസ്. നമ്മളെ വണ്ടിയാണ് മിറർ പോയി ഗൈസ്. ഇങ്ങോട്ടൊന്ന് ഒതുക്കട്ടെ ഗൈസ്. ഇപ്പം നമുക്ക് കമ്പനിയിൽ നിന്ന് ഫൈൻ വരുമല്ലോടാ. ഓക്കെ ഗൈസ്. ഇപ്പം നമുക്ക് കമ്പനിയുടെ ഉടനെ തന്നെ ഫൈൻ വരും ഗൈസ്. നോക്കട്ടെ. ഈ ശമ്പളത്തിൽ നിന്ന് കട്ടാകും ഗൈസ്. എൻ്റെ 5 ഇത് പിടിക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത് ഗൈസ്. 5 ഇതെന്താ USA ഡോളർ എന്താണ്ടൊക്കെ പിടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ ഗൈസ്. എന്തായാലും നമുക്ക് നാളെയൊക്കെ പോവാം ഗൈസ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ലൈറ്റ് ഓഫ് ആക്കി ഇടാം. ലൈറ്റ് കിടമ്പം നമ്മൾ ബാറ്ററി തീരും മച്ചാന്മാരെ. നമ്മുടെ ബസ്സിൻ്റെ ബാറ്ററി നാളൊക്കെ തീരുന്നതായിരിക്കാം. എന്തായാലും നമുക്കാണെങ്കിൽ നേരെ മച്ചാന്മാരെ. അപ്പം നമുക്ക് അടുത്ത് ഇടിച്ചിടിച്ചിടിച്ച് മോനെ ഇപ്പോൾ ഇടിച്ചേനെ ഗൈസ്. ഇതിപ്പോൾ നമ്മുടെ കാലിലൊക്കെ ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്ന് ഓടിയാതൊന്നും നടക്കൂല മച്ചാന്മാരെ. നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് കളത്തിലും ഇറങ്ങിയേക്കാം. ഓക്കെ വരിമാറ്റ് പറപ്പിച്ച് ഇടേണ്ടുള്ളതാണ്. ഓക്കെ ഗൈസ്. ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. നമ്മളെ കാലൊക്കെ ബസ് ചേസ് എടുക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ബസ് ചേസും കാലൊക്കെ എടുക്കണ്ടേ മച്ചാന്മാരെ. അപ്പോൾ അതിനു മുമ്പുള്ള ചെറിയ കഷ്ടപ്പാടാണ് ഗൈസ്. പൈസ വേണ്ട ഗൈസ് അപ്പം ചേസ് എടുക്കാനായിട്ട്. അപ്പോൾ ഓക്കെ സിഗ്നൽ ലൈറ്റ് ഒന്നും നിർത്തണ്ട. ആരും നിർത്താതെ പോകുന്നു ഗൈസ്. അങ്ങോട്ട് പോകുന്നവർക്ക് നിർത്തണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നേരെ പോകുന്നവർക്ക് നിർത്തണ്ടെന്നാണ്. വളയുന്നവർക്കാണ് ഗൈസ് നിർത്തേണ്ടുള്ളത്. ഓക്കെ അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫൈൻ വരുമോ എന്നൊരു സംശയം ഗൈസ്. കമ്പനിയുടേത് ഫൈൻ വന്നാൽ നമ്മളെ ഉള്ള പൈസ എല്ലാം പൊയ്ക്കോളും. നമുക്ക് പറപ്പിച്ച് വിടാം. ഓക്കെ ഒറ്റ സൈഡിൽ നിന്ന് പോവാം. ഒറ്റ സൈഡിൽ കൂടെ പോകുമ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ ഗൈസ് അപ്പം നടുക്കുകൂടെ കയറി പോയാൽ പെടും ഗൈസ്. വളയ്ക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഓക്കെ ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. മഴയൊക്കെ എന്തായാലും തോന്നുന്നുണ്ട്. ഓക്കെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഗൈസ്. ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നവരെല്ലാം കിടന്നുറങ്ങുകയാണ് ഗൈസ്. ഞാൻ മാത്രമാണ് ഈ ബസ് ഓടിക്കുന്നത് ഗൈസ്. കണ്ടക്ടറൊന്നും ഇല്ല ഗൈസ് ഇതിൽ. നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ഏതെങ്കിലും സ്റ്റോപ്പിൽ വെച്ച് ഏതെങ്കിലും അണ്ണാച്ച് കയറി ചായയൊക്കെ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. അല്ലാതെ വേറൊന്നും ആരും വരത്തില്ല ഗൈസ്. ഞാനും പിന്നെ ഇച്ചിരി പേരും ഉണ്ട് ഗൈസ് നമ്മളെ വണ്ടിയിലാണെങ്കിൽ. അപ്പോൾ ഓക്കെ നമ്മളെ വണ്ടിയിലാണെങ്കിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനും കാളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആരാവാനാണ് ഗൈസ്, വലുതാകുമ്പോൾ ആരാവാനാണ് ഗൈസ് നിങ്ങൾക്ക് ആഗ്രഹം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക മച്ചാന്മാരെ. അപ്പോൾ ഗൈസ് നമ്മളെ കാളൊക്കെ നേരെ നമ്മളെ റൂട്ടിൽ വെച്ച് കത്തിച്ച് വിടുകയാണ് ഗൈസ്. അപ്പോൾ മാക്സിമം സ്പീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് 7ാമത്തെ ഗിയറിലാണ് ഗൈസ് ഞാൻ പോകുന്നത്. എന്നിട്ട് വലിയ സ്പീഡൊന്നുമില്ല ഗൈസ്. ഇങ്ങനെ വളവൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഗൈസ് സ്പീഡില്ലാത്ത. ബ്രേക്ക്. ഓക്കെ മോനെ ഇപ്പോൾ നമ്മൾ ഇടിച്ചേനെ ഗൈസ്. അപ്പം ബാക്കിലുള്ള ആൾക്കാരെല്ലാം കൂവുന്നു മച്ചാന്മാരെ. ഓക്കെ എല്ലാവരും അടങ്ങിയിരിക്കണേ ഗൈസ്. അപ്പോൾ എല്ലാവരും ഓക്കെ ഗൈസ്. അപ്പം എൻ്റെ മക്കളെ ഗൈസ് എപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് കയറിയണേ ഗൈസ്. ട്രെയിനിൻ്റെ ബാക്കിലായി പോയേനെ നമ്മളാണെങ്കിൽ. ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ ഗൈസ്. അപ്പോൾ ഓക്കെ നമ്മൾ ഫോർച്യൂണർ അല്ലേടാ ഫ്രണ്ടിൽ പോകുന്നത്. ഇതിനകത്ത് വണ്ടിയൊക്കെ എന്നാടാ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന. എന്തായാലും ഉടനെ തന്നെ ഗൈസ് ഈ നാട്ടിലും കാലൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മളെ മറ്റേ നാട്ടിലാണെങ്കിൽ എടുക്കാനും പറ്റും എന്തായാലും. പക്ഷേ നമ്മൾ ഈ ഒരു നാട്ടിൽ അടുത്തിട്ട് ഇച്ചിരി ഷോക്ക് കാണിക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ബസ് ഡ്രൈവിങ് മാത്രമല്ലേ ഉള്ളൂ. ഇടിച്ചിടിച്ചു
ഗൈസ് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ബെസ്റ്റ് ചൈസ് എടുക്കാനാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു മച്ചാന്മാരെ. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതാണെങ്കിൽ മാക്സിമം എല്ലാ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം എത്തിക്കുക ഗൈസ്. അപ്പോൾ ഈ ഒരു ഗെയിമും കളിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് ഇടുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എപ്പിസോഡ് 2 ആണ് മച്ചാ, അല്ല 3 ആണ് ഗൈസ്. അപ്പം എപ്പിസോഡ് 2 കാലൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ട്, കാണാത്തവണെങ്കിൽ കാണുക. അപ്പോൾ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാമാരെ. എവിടെയെങ്കിലും ബസ് ഒതുക്കിയതിന് ശേഷം നമുക്ക് നിർത്താം. ഓക്കെ, ഇന്നത്തെ ഓട്ടം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇച്ചിരി റെസ്റ്റിംഗ് ഫുഡ് കൊടുക്കണം ഗൈസ്. ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ ഓക്കെ, ഓടിക്കല്ലേ, കയറിപ്പോയ്ക്കോ. ഓക്കെ ഓക്കെ, നല്ല അഴുക്കായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി മുഴുവനും അഴുക്കായിട്ടുണ്ട്. ബസ് ഇങ്ങോട്ട് ഒതുക്കാം ഗൈസ്. അപ്പം ഇങ്ങോട്ടല്ല ഗൈസ്, എവിടെയെങ്കിലും നല്ല പാർക്കിംഗ് പ്ലേസ് വേണം ഗൈസ്. പാർക്കിംഗ് പ്ലേസ് വേണം. ഓക്കെ, ഇങ്ങോട്ട് പറ്റത്തില്ല. ഇങ്ങോട്ടൊക്കെ ഒതുക്കിയിട്ട് ആൾക്കാരിൽ നിന്ന് പെടലിക്ക് അടി കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു പാർക്കിംഗ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് ഒതുക്കിയിടാം ഗൈസ്. അമ്മൂമ്മമാരൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അമ്മൂമ്മമാരൊന്ന് വഴക്കുണ്ടാക്കും ഗൈസ്. എന്നെ പോലത്തെ ഒരു വാരമില്ലേ ഗൈസ് അത് നിൽക്കുന്ന. എന്തായാലും അത് നല്ല കൊലയൊക്കെ പിടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോസ് ഇവിടെയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആളൊക്കെ പിന്നെ ദിവസം വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ.